അതായത് ഒരു പബ്ലിക്കായിട്ട് ഒരു ആരോപണം അങ്ങോട്ട് ഉന്നയിക്കുക, എന്നിട്ട് സർക്കാരിനെതിരെയോ ഭരണഘടനാ സ്ഥാപനങ്ങൾക്കെതിരെയോ മുഖ്യമന്ത്രിക്കെതിരെയോ ആർക്കെതിരെയോ വേണമെങ്കിൽ ഞാൻ പബ്ലിക്കായിട്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി അതിന്റെ മേളിൽ എനിക്ക് എഴുതി കൊടുക്കാനും തെളിവ് കൊണ്ടു കൊടുക്കാനും ഒന്നും എനിക്ക് പറ്റില്ല. അതൊക്കെ നിങ്ങൾ കണ്ടുപിടിച്ചോണം, നിങ്ങളത് അന്വേഷിച്ചോണം. ഞാൻ ജനപ്രതിനിധിയാണ്, എന്നെ ജനങ്ങൾ തെരഞ്ഞെടുത്തതാണ്, ഞാൻ പാർലമെന്റിൽ സത്യപ്രതിജ്ഞ ചെയ്തതാണ്. ഞാൻ തടസ്സപ്പെടുത്തുകയല്ല, ഞാൻ അങ്ങയുടെ മറുപടിക്ക് കുറെ കൂടി സഹായകരമാവുന്ന ഒരു കോണ്ടെക്സ്റ്റ് പറയുകയാണ്. ഇതേ കോണ്ടെക്സ്റ്റിൽ തന്നെ അനുരാഗ് ഠാക്കൂർ എന്ന് പറയുന്നൊരു BJP നേതാവ് വയനാട് ഈ വോട്ടർ പട്ടികയിൽ പ്രശ്നമുണ്ടെന്ന് ആരോപണം ഉന്നയിച്ചിരുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് കനോജിൽ നിന്നുള്ള BJP MLA എൻ്റെ ബൂത്തിലെ മുഴുവൻ വോട്ടും കള്ളവോട്ടാണ് എന്ന് മാധ്യമങ്ങൾക്ക് മുമ്പിലോ എന്ന് പറഞ്ഞിരുന്നു. വൻ അട്ടിമറി നടന്നു. ഇവർക്ക് ആർക്കും കൊടുക്കാത്ത ഈ നോട്ടീസ് രാഹുൽ ഗാന്ധിക്ക് മാത്രം എന്ത്? ഞാൻ അതല്ല പറഞ്ഞു. രാഹുൽ ഗാന്ധി രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവാണ്. അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ പോലും അന്താരാഷ്ട്ര രീതിയിൽ തന്നെ നമ്മുടെ രാജ്യത്തിന്റെ ജനാധിപത്യത്തിനെ വളരെ കളങ്കപ്പെടുത്തുന്ന രീതിയിലുള്ള പെരുമാറ്റമാണ് രാഹുൽ ഗാന്ധി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് കാണിക്കേണ്ട ആ ഒരു ഉത്തരവാദിത്വവും അവധാനതയും ഉണ്ട്. അത് രാഹുൽ ഗാന്ധി കാണിക്കുന്നില്ല എന്ന പരാതി, എന്ന ആ ഒരു സമീപനം ഇലക്ഷൻ കമ്മീഷൻ ഉണ്ടാവും. ഒരു പ്രാദേശിക അനുരാഗ് ഠാക്കൂറിനും കനോജിലെ അസീം എന്ന് പറയുന്ന MLA-ക്കും ഇല്ലാത്ത എന്ത് പ്രശ്നമാണ് രാഹുൽ ഗാന്ധി ഒരു വിഷയം ഉന്നയിക്കുമ്പോൾ ഉള്ളത്? ഞാൻ പറഞ്ഞു അതൊക്കെ ഇലക്ഷൻ കമ്മീഷന്റെ പ്രൊറഗേറ്റീവ് ആണ്. ഇനി എന്തുമായിക്കോട്ടെ, ഇനി രാഹുൽ ഗാന്ധിക്ക് മറുപടി കൊടുക്കുവോ, തെളിവ് കൊടുക്കുവോ, കൊടുക്കാതിരിക്കുവോ, സത്യവാങ്മൂലം കൊടുക്കുവോ, കൊടുക്കാതിരിക്കുവോ, ഇതിനൊക്കെയുള്ള സ്വാതന്ത്ര്യം അദ്ദേഹത്തിനുണ്ട്. ഞാനത്രേ ഉള്ളൂ. നമ്മൾ ഇവിടെ വിലയിരുത്തുമ്പോൾ ശരി, അത് ആ ആരോപണങ്ങൾ ഡോക്യുമെന്റഡ് ആയിട്ട് കൊടുക്കൂ, അത് സത്യവാങ്മൂലം കൊടുക്കൂ. ഇത് കൊടുക്കുന്നതിനകത്ത് എന്ത് അപമാനമാണെന്നേ ഉള്ളത്, എന്താ പ്രശ്നമുള്ളത്? നിങ്ങൾ ബാക്കിയെല്ലാം വിടൂ. ഇങ്ങനെ രാജ്യത്തെ ഭരണഘടനാ സ്ഥാപനത്തിനെതിരെ ഉന്നയിച്ച ഒരു ആരോപണത്തിന് അതിന് അങ്ങനെ കൊടുക്കാൻ നിയമമില്ല, അതാണ് പ്രശ്നം. അങ്ങനെ ഒരു ചട്ടമില്ല അങ്ങനെ എഴുതി കൊടുക്കാൻ. മറ്റൊന്ന് നോക്കൂ, ഇത് തെരഞ്ഞെടുപ്പ് പട്ടികയുടെ സൂക്ഷ്മ പരിശോധനയിൽ കൊടുക്കേണ്ട ഒരു സത്യവാങ്മൂലം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 1.5 വർഷം കഴിഞ്ഞ് മാസമായി കാണപ്പെടുന്ന ഒരു ക്രമക്കേടിന്റെ വിഷയം ഉന്നയിക്കുമ്പോൾ അങ്ങനെ കൊടുക്കാൻ ചട്ടമില്ല, അതുകൊണ്ടാണ് കൊടുക്കാത്തത്. ശരി, പക്ഷേ ഇലക്ഷൻ കമ്മീഷൻ ആവശ്യപ്പെട്ടല്ലോ, നിങ്ങൾ തരൂ ചട്ടവും കാര്യങ്ങളൊക്കെ. ഒരു ഭരണഘടനാ സ്ഥാപനം ചട്ടവിരുദ്ധവും നിയമവിരുദ്ധവുമായ ഒരു കാര്യം ആവശ്യപ്പെട്ടാൽ അത് ചെയ്യണമോ ഒരു പൗരൻ? അങ്ങനെ ചെയ്യേണ്ടതുണ്ടോ? അല്ല, അതല്ല പറഞ്ഞത്. ഇപ്പൊ ഒരു കാര്യമുണ്ട്, അങ്ങനെ ഇങ്ങനെ കമ്മീഷൻ ആവശ്യപ്പെട്ടാൽ അത് കൊടുക്കുന്നതിന്റെ അകത്ത് എന്താണ് പ്രശ്നം? പ്രശ്നമുണ്ട്, അത് പ്രശ്നമുണ്ട്. അത് രാഹുൽ ഗാന്ധിക്ക് മാത്രമായി സംവരണം ചെയ്യപ്പെട്ട ഒരു നോട്ടീസാണെന്ന് രാഹുൽ ഗാന്ധി തിരിച്ചറിഞ്ഞു. അത് അനുരാഗ് ഠാക്കൂറിന് ബാധകമല്ലാത്ത ഒന്നാണ് എന്ന് രാഹുൽ ഗാന്ധി തിരിച്ചറിഞ്ഞു, അതുകൊണ്ട് കൊടുക്കുന്നില്ല. അജിൻസെ അതൊക്കെ വിട്. ഞാൻ ചോദിക്കുന്നതല്ല, ഒരു വെള്ളക്കടലാസിൽ ഒരു അഫിഡവിറ്റ്, എന്റെ ആരോപണങ്ങൾ ശരിയാണെന്ന് എനിക്ക് ഉറപ്പുണ്ട്, ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു, എന്റെ കയ്യിൽ അതിനുള്ള ശക്തമായ തെളിവുകളുണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് തരാം എന്ന ഒരു വെള്ള പേപ്പറിൽ എഴുതി ഒപ്പിട്ട് കൊടുക്കുന്നതിൽ നിന്ന് രാഹുൽ ഗാന്ധിയെ വിലക്കുന്നത് എന്താണ്? ശരി, കോൺഗ്രസ് പാർട്ടിയെ വിലക്കുന്നത് എന്താണ്? ശരി ഷാബു പ്രസാദ്.